യൂത്ത് കഫേയിലേക്ക് സ്വാഗതം ഡോക്ടർ അമൽ ജ്യോതി. വീണ്ടും സന്തോഷമുണ്ട് ഡോക്ടറിനെ യൂത്ത് കഫേയിൽ അതിഥിയായി കിട്ടിയതിൽ. ഡോക്ടർ കുറ്റ്യാടിയിൽ ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. മെഡിക്കൽ ഫീൽഡാണ്. ഒത്തിരി ജീവനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റുകളിലൂടെയൊക്കെ ഒത്തിരി ജീവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലത്തിലാണ് നിൽക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ കുറ്റ്യാടി താലൂക്ക് ഹോസ്പിറ്റലിൽ NCD ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നമ്മൾ സാധാരണ ഇതിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അല്ലെങ്കിൽ ഹൃദ്രോഗം, സ്ട്രോക്ക് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ചികിത്സിക്കുന്ന അവിടെയാണ്. അതിൻ്റെ ചികിത്സയല്ല, അതായത് നമ്മൾ ഇതിനിപ്പോൾ സ്ട്രോക്കോ ഇല്ല ഹാർട്ടിൻ്റെയോ ഒക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം. അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ലഭിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോളോ അപ്പിന് വരുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സെറ്റപ്പ് അനുസരിച്ച് താലൂക്ക് ഹോസ്പിറ്റലുകൾ, പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, CHCകൾ, PHCകൾ അങ്ങനെയുള്ള. അപ്പോൾ ഈ CHCകളിലും PHCകളിലും ഒക്കെ ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ ഈ ഒരു NCD ക്ലിനിക് എന്ന് പറയും ക്ലിനിക്ക്. താലൂക്ക് ഹോസ്പിറ്റലാകുമ്പോൾ ആഴ്ചയിൽ 6 ദിവസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾക്ക് വന്നിട്ട് നമ്മൾ ഒന്ന് ദിവസം കാണാനും, ഇപ്പോൾ അതിനിടയ്ക്ക് അവർക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനും, പിന്നെ മറ്റ് ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും ഒക്കെ നമ്മൾ എല്ലാ രോഗികളെല്ലാം സ്ഥിരമായിട്ടാണ് വരുന്നത്. അതായത് ഒരു മാസം വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് മരുന്ന് കൊടുക്കും. ഒരു മാസത്തിലൊന്ന് അവർ ഫോളോ അപ്പിന് വരും. അപ്പോൾ അവരുടെ ഒരു പ്രോഗ്രസ് ഒക്കെ എനിക്കറിയാൻ പറ്റും. ഡോക്ടർ, ഇപ്പം ഈ ഒത്തിരി ഇങ്ങനെയുള്ള രോഗികൾ അല്ലെങ്കിൽ ഈ ജീവനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളെ അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഇപ്പം എന്താ തോന്നുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവന് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് എന്താണ്, അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ? ഇപ്പം NCD നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റി ഞാനിങ്ങനെ കൂടുതൽ ഇപ്പോൾ 2 വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഒരുപാട് രോഗികളെ ഒരു ദിവസം ഒരു 150-നടുത്ത് രോഗികളെ കാണുന്നുണ്ട്. അപ്പം കൂടുതലും ഈ രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുക എന്ന് പറയുന്നത് ഈ മദ്യപാനം, പുകവലി, ഇല്ല മയക്കുമരുന്ന് അങ്ങനെയുള്ള ദുശീലങ്ങളാണ് മെയിനായിട്ടും ഇതിലേക്ക് നയിക്കുന്നത്. അപ്പം ചിലരൊക്കെ ചിന്തിക്കും സ്ത്രീകൾക്കില്ലെന്ന്. സ്ത്രീകൾക്കുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പുകവലിക്കുന്ന സ്ത്രീകളും ഉണ്ട് കേട്ടോ. അതുപോലെ മറ്റ് പുരുഷന്മാർക്കൊക്കെ കൂടുതലായിട്ടും ഈ ഹൈപ്പർ ടെൻഷൻ, പ്രഷറൊക്കെ കൂടുതലും വരുന്നത് പുരുഷന്മാർക്ക്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ കൂടുതലും പുരുഷന്മാർക്കാണ് കാണുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ മദ്യപാനം, പുകവലിയൊക്കെയാണ്. അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് എനിക്ക് ഓർക്കുന്നത് വെച്ചാൽ, എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്ന ഒരു രോഗി ഉണ്ടായിരുന്നു. ഒരു 40-45 വയസ്സ് ഒരു പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പം അയാൾ വരുമ്പോൾ അയാളുടെ ഭാര്യയും കൂടെ വരും. അപ്പോൾ ഭാര്യ വന്നിട്ട് ആദ്യമേ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഡോക്ടറെ ഇയാൾ ഭയങ്കര പുകവലിയുണ്ട്, ഡോക്ടർ ഒന്ന് സംസാരിക്കണം കേട്ടോ, ഇയാളുടെ അടുത്ത് നിർത്താൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞാനത് ഇയാളുടെ അടുത്ത് പറയും. പക്ഷേ അയാൾക്ക് മനസ്സിലാവും ഭാര്യ വന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇതിലാണ്. പക്ഷെ വളരെ നല്ല, എന്നോട് ഒത്തിരി സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇയാൾ ഒറ്റയ്ക്ക് വന്നു, മരുന്ന് വാങ്ങിക്കാൻ എല്ലാ മാസവും വരുന്നത്. അപ്പം ഒരു പ്രാവശ്യം ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ വന്ന് കുറച്ച് സംസാരിച്ച് മരുന്നൊക്കെ എഴുതി കൊടുത്ത് ഇളങ്ങി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ എനിക്കെന്തോ ഒരു പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നുന്നു, എനിക്കൊരു മരിക്കാൻ പോകുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു ECG എടുത്ത് നോക്കുമ്പം ഉണ്ട്, ECGയിൽ അറ്റാക്കിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. അയാൾ വെറും പ്രഷർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആദ്യം അയാളെ കണ്ട കാലം തൊട്ടേ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ പുകവലി നിർത്തണം, മദ്യപാനം നിർത്തണം, ഇല്ലെങ്കിൽ ഇത് അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹാർട്ട് അറ്റാക്കിൻ്റെ സ്റ്റേജിലേക്ക് പോകും, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രഷറുള്ള സ്ഥിതിക്ക്. അപ്പോൾ പെട്ടെന്ന് പിന്നെ ഞാൻ അവിടെ നിന്ന് ECG എടുത്ത് അവിടെ നിന്ന് വേണ്ട പ്രാഥമിക ചികിത്സയൊക്കെ കൊടുത്ത് മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ട്രീറ്റ് ചെയ്ത് സുഖപ്പെട്ടെന്ന് വെച്ചാൽ ഇപ്പം മരുന്നിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാളുടെ ഭാര്യയാണേലും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അന്ന് ഡോക്ടർ അത്രയും സഹായിച്ചതുകൊണ്ടാണ് എന്ന് പറയും. പക്ഷേ എൻ്റെ ആ ഒരു സഹായം എന്നല്ല, അതിൽ പ്രധാനപ്പെട്ട കാര്യം അയാൾ ചെയ്യേണ്ടിരുന്ന ആദ്യമേ ചെയ്യണമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തിയിട്ട് നമുക്ക് വരാൻ തീർച്ചയായും ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും, അതുപോലെ സ്ട്രോക്കൊക്കെ വരാനാണെങ്കിലും ഒത്തിരി സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പുകവലി, പുകവലിയുണ്ട് നമുക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലുള്ളവർക്കും കൂടെ കൂടുതലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഇപ്പോൾ ഈ പറയാൻ കാരണം പ്രോ ലൈഫ് മിനിസ്ട്രി ഒക്കെ വർക്ക് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ അല്ലെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് കൂടെ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് അല്ലേ, ഇപ്പം അതിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു കൊടുക്കാനും, ഇതിൻ്റെ ജീവൻ അല്ലെ പ്രത്യേകിച്ച് ഇതിൻ്റെ എല്ലാം ഇതിന് ജീവനെതിരാണല്ലോ ഈ പറയുന്ന. അതെ, നമ്മൾ ഈ മയക്കുമരുന്ന്, മദ്യപാനം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ, നമ്മുടെ അഡിക്ഷൻസ് എല്ലാം തന്നെ നമ്മുടെ ജീവനും ഹാനിയാണ്. ഇപ്പം പുകവലിയാണ്, മറ്റുള്ളവരുടെ ജീവനും ഹാനിയാണ്. ഇപ്പം നമ്മൾ ജീവൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പം ഈ കാര്യം കൂടെ ചെയ്യണം. നമ്മൾ വെറും അബോർഷനെതിരെ നിൽക്കുക എന്നുള്ള മാത്രമല്ല, നമ്മുടെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക,
അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ നിന്ന് അങ്ങനെ ഒരു ഇത് കൊടുക്കാറുണ്ടോ ഹെൽത്തി ആയിട്ടുള്ള ലൈഫിന്? ഞങ്ങളുടെ ക്ലിനിക്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാനുണ്ട്, കൂടെ ഒരു ഡയറ്റീഷ്യനുണ്ട്, സ്റ്റാഫ് നഴ്സ്, അങ്ങനെ ഒരു ടീമുണ്ട്. അപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഫുഡ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇപ്പം ഒരു ഡയബറ്റിക് പേഷ്യൻ്റിനാണെങ്കിൽ അവരുടെ ഇതിനനുസരിച്ച് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഫുഡ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പം ചിലരുടെ വീട്ടിലിപ്പോൾ നമ്മൾ ഓട്സ് വാങ്ങിച്ച് കഴിക്കണം, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ സാഹചര്യത്തിന് ഒരു പക്ഷേ അത് പറ്റില്ലായിരിക്കും, സാമ്പത്തികമായിട്ട്. അപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, അതുപോലെ എക്സസൈസ് ഒക്കെ ആണെങ്കിലും സ്ഥിരം പണിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്കിപ്പം ഇന്ന സമയത്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണ്ട അഡ്വൈസൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യാനുള്ള അഡ്വൈസ് കൊടുക്കും. എനിക്ക് പരിചയത്തിലുള്ള കുറച്ച് പേര് ഇങ്ങനെ ഇപ്പം ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വലിയ സിവിയർ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നപ്പോൾ അത് പുകവലി നിർത്തണം എന്നൊക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു വിടും, അങ്ങനെ ഉപദേശിച്ചൊക്കെ വിടും. പക്ഷേ ആ സമയത്തൊക്കെ ഭയങ്കര സന്തോഷവും നിർത്തുക എന്നൊക്കെ പക്ഷേ വീണ്ടും അവരുടെ കുടുംബം അവരോടൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്ത് ചോദിച്ചു കഴിയുമ്പോൾ മനസ്സിലായി വീണ്ടും ആ പഴയ ഇതിലേക്കൊക്കെ പോകുന്നു. പക്ഷേ ചിലവരൊക്കെ ഒത്തിരി മാറി വന്നവരുണ്ട് ഈ ഇങ്ങനെയുള്ള അസുഖങ്ങളിലൊക്കെ വന്നു. പിന്നെ പുകവലി നിർത്തിയ ആൾക്കാരെയും ആൽക്കഹോളിസം അതൊക്കെ നിർത്തിയവരെയൊക്കെ അറിയാം. പക്ഷേ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഡോക്ടർ എന്താ തോന്നുന്നത്, ഒരു കുറയുന്നുണ്ടോ അതോ അതേപടി നിൽക്കുവാണോ കൂടുവാണോ, എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു അതേപടി നിൽക്കുകയാണെന്ന് തോന്നുന്നത്. കാരണം ഇത് പലപ്പോഴും നിർത്താൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. ഇത് ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ ഒരു ലഹരിയാണല്ലോ, ഇതൊക്കെ നമുക്കൊരു അഡിക്ഷനാണ്. അപ്പോൾ നമുക്കിത് നിർത്തണമെന്ന് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും വീണ്ടും നമ്മുടെ രക്തത്തിൽ ഇതൊക്കെ അലിഞ്ഞതായതുകൊണ്ട് അത് വീണ്ടും വീണ്ടും നമ്മുടെ ശരീരം തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു അട്രാക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഒരു കൂട്ടുകാരുടെ ഒരു ഇതുണ്ടാവില്ല. ഇപ്പോൾ ഒരു മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കൊരു കൂട്ടുകാരുണ്ടാവും. അപ്പോൾ ആ കൂട്ടുകാരെല്ലാവരും നീ എന്താ നിർത്തിയ, നീ ആ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്ക് അവർക്കൊരു അഭിമാന പ്രശ്നങ്ങൾ വരും, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്. അങ്ങനെ ഒരു ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അവർ വീണ്ടും ഇതിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ തീരെ കിടപ്പ് രോഗികളായവരാണെങ്കിൽ അതിലങ്ങനെ ആയിപ്പോവും. അപ്പോൾ കൂടുതൽ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് ഇനിയും കൂടുതൽ ജീവൻ രക്ഷിക്കാൻ ഡോക്ടറിന് സാധിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ തൊട്ട് യൂത്ത് എല്ലാവരിലും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലഹരി അല്ലെങ്കിൽ ആൽക്കഹോളിസം, പുകവലി, ഇങ്ങനെ പല രീതിയിലും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ കൊണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഡോക്ടറിൻ്റെ ഫീൽഡ്, മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് ആരെയും ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരാളാണെങ്കിൽ ഒരാൾ നമുക്ക് ആളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയാൽ അത് വലിയ കാര്യം തന്നെയാണ്. അപ്പം കൂടുതൽ ശക്തമായിട്ടുള്ള ചുവടുവയ്പ്പുകൾ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ സംഭവിക്കട്ടെ. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ യൂത്ത് കഫേയിൽ അതിഥിയായി വന്നതിൽ. താങ്ക് യു.